ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് KSTA നടത്തിയ USS എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളമാണ് നോക്കുന്നത്. ഇത് പേപ്പർ 1 ആണ്. പേപ്പർ 2ൻ്റെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകാം കേട്ടോ. പാർട്ട് 1 ഫസ്റ്റ് ലാംഗ്വേജ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ ഭർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെ വരികൾ? ഓപ്ഷൻ എ ONV കുറുപ്പ്, ബി കുമാരനാശാൻ, സി എഴുത്തച്ഛൻ, ഡി വള്ളത്തോൾ. ആൻസർ ഡി വള്ളത്തോൾ. രണ്ടാമത്തെ ചോദ്യം: പല്ലവം എന്ന പദത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻ എ കായ, ബി പൂവ്, സി തളിര്, ഡി ഇല. ആൻസർ ഓപ്ഷൻ സി തളിര്. മൂന്നാമത്തെ ചോദ്യം: പരിസ്ഥിതി പ്രവർത്തക, അഭയഗ്രാമം, അഗതികളായ സ്ത്രീകൾക്ക് അത്താണി എന്ന ഭവനം എന്നിങ്ങനെ കേരളത്തിലെ സാമൂഹിക രംഗത്ത് വിവിധ സംഭാവനകൾ നൽകിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ കമല സുരയ്യ, ബി സുഗതകുമാരി, സി MT വാസുദേവൻ നായർ, ഡി ലളിതാംബിക അന്തർജനം. ഇവിടെ നമുക്ക് ഓപ്ഷൻ മുഴുവനായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല അല്ലേ. പരിസ്ഥിതി പ്രവർത്തക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി സുഗതകുമാരിയാണ്. ആൻസർ എന്താണ്? ബി സുഗതകുമാരി. ആദ്യമായി വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ്. പരിസ്ഥിതി പ്രവർത്തകർക്ക് ഇന്ത്യ നൽകുന്ന പുരസ്കാരമാണ് വൃക്ഷമിത്ര പുരസ്കാരം. അത് ആദ്യം ലഭിച്ചത് സുഗതകുമാരിക്കാണ്. SSൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സുഗതകുമാരിൻ്റെ ജീവചരിത്ര കുറിപ്പാണ് എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നത്. മക്കൾ സുഗതകുമാരിനെ കുറിച്ചൊക്കെ പഠിച്ചു വെക്കണം. അവരുടെ കൃതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. LSS USS ക്ലാസ്സിന് പുറമെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും മക്കൾക്ക് വേണ്ടി നൽകുന്നുണ്ട് കേട്ടോ. കൂടാതെ സ്വദേശ് മെഗാ ക്വിസ്, അക്ഷരമുറ്റം, CH പ്രതിഭ ക്വിസ് തുടങ്ങിയ ക്വിസ് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ +2 വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നാലാമത്തെ ചോദ്യം: ആച്ഛാദനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ആൻസർ ഓപ്ഷൻ എ അനാച്ഛാദനം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാര്? ആരൊക്കെ തന്നിട്ടുണ്ട്? MT വാസുദേവൻ നായർ, ലളിതാംബിക അന്തർജനം, വൈക്കം മുഹമ്മദ് ബഷീർ, P ഭാസ്കരൻ. ആൻസർ ഓപ്ഷൻ എ ആണ് MT വാസുദേവൻ നായർ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. അത് കേരളത്തിൽ 6 വ്യക്തികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യം ലഭിച്ചത് G ശങ്കരക്കുറുപ്പിനാണ് അല്ലേ. മക്കൾക്കറിയാം, എന്നാലും കണക്റ്റായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ മക്കൾ എഴുതിയെടുക്കണം കേട്ടോ. അവസാനം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച് ജീവിച്ചിരിക്കുന്ന മലയാളിയായ ഏക വ്യക്തി MT വാസുദേവൻ നായർ ആയിരുന്നു. അദ്ദേഹം 2024 ഡിസംബർ 25 അന്തരിച്ചു അല്ലേ. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1995. MT കുറിച്ചുള്ള ഒരു ക്ലാസ് നൽകിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകാം. മക്കൾ അതും കൂടി പോയി കണ്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. വയലാർ അവാർഡ്, ഓടക്കുഴൽ, പത്മഭൂഷൺ, എഴുത്തച്ഛൻ തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ് 2022. അതുപോലെ സിനിമാ മേഖലയിൽ കേരളത്തിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. അത് 2013 MT വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം: പൂമ്പാറ്റയുടെ ഇനമല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കണ്ടല്ലോ. ആൻസർ ബി ആണ് മുണ്ടകൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം മക്കൾക്കറിയാലോ അല്ലേ. ഏതാണ്? ബുദ്ധമയൂരി. രണ്ടാമത്തെ ചോദ്യം: മിന്നാമിനുങ്ങിന് പകരമായി വരുന്ന പദം ഏത്? ആൻസർ സി ആണ് തൈജസ കീടം. എട്ടാമത്തെ ചോദ്യം: ശരിയായി എഴുതിയ പദം ഏത്? ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. വ്യാഖ്യാനം എന്ന് ശരിയായി എഴുതിയത് ഏതാണ്? ഡി ആണ്. ഓപ്ഷൻ ഡി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്: കരിങ്കാലി എന്ന ശൈലിയുടെ അർത്ഥം? ആൻസർ ഡി ഒറ്റ കൊടുക്കുന്നവൻ. പത്താമത്തെ ക്വസ്റ്റ്യന്: മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തുഞ്ചൻ പറമ്പിൽ ജനിച്ച സാഹിത്യകാരനാര്? ആൻസർ സി എഴുത്തച്ഛൻ. പൂന്താനം ജനിച്ചതും മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ പൂന്താനം ഇല്ലത്ത്. ഒന്നാമത്തെ ചോദ്യം: പരമ്പരാഗത കേരളീയ ചിത്രകലയ്ക്ക് ഉപയോഗിക്കുന്ന നിറങ്ങൾ? ആൻസർ ബി പ്രകൃതിദത്ത നിറങ്ങൾ. 12ാമത്തെ ക്വസ്റ്റ്യന്: ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ മൈ ലെഫ്റ്റ് ഫുട്ട്. 13ാമത്തെ ക്വസ്റ്റ്യന്: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ സൗന്ദര്യം, വൈരൂപ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മീനോളം എന്ന ചെറുനാടകം എഴുതിയതാര്? ആൻസർ
ബി ജയപ്രകാശ് കൂളൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ സിനിമ? ആൻസർ സി ചിൽഡ്രൻസ് ഓഫ് ഹെവൻ. KSTA കൂടാതെ KSTU, KPSTA തുടങ്ങിയ അധ്യാപക സംഘടനകളുടെ USS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് നൽകിയിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ.